ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് അടിപൊളിയായി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒത്തിരി പേര് എന്നോട് ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ പ്ലാൻ സഹിതം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായി നല്ലൊരു വീട് വേണം എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീടുള്ളത് ഒരു പാടം ഏരിയയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് തെങ്ങുതോപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ. നുസ്രീൻ ഗഫൂർ ദമ്പതികളുടേതാണ് ഈ മനോഹരമായിട്ടുള്ള വീട്. നുസ്രി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. ഒരുപാട് നാളായിട്ടുള്ള അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് ഇതുപോലെ ഒരു വീട് വെക്കണം എന്നുള്ളതൊക്കെ. അൽഹംദുലില്ലാ അതിപ്പോൾ സഫലമായിരിക്കുകയാണ്. 850 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ വാളും മനോഹരമായിട്ട് തന്നെ ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പെയിൻറ് വന്നിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. GI പൈപ്പ് കൊണ്ട് ഇതുപോലെ മുകളിലൊരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയറും ഒന്നും കൂടെ മനോഹരമാക്കുന്നുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. 2 വുഡിൻ്റെ ചെയറോ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇന്ന് നമുക്ക് വീടിനകത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. സിംഗിൾ ഡോറിലാണ്. ഡോറ് ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരെ ചെല്ലുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. ലിവിങ്ങിലായിട്ടാണ് TV യൂണിറ്റ് വന്നിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ആ വാളും പിന്നെ അതേപോലെ തന്നെ സീലിങ്ങിലൊക്കെ ആയിട്ട് ജിപ്സം വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് പിന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. 2 സൈഡിലായിട്ട് വിൻഡോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വന്നിട്ടുള്ളത്. സ്ലൈഡിങ് ഡോറാണ് വന്നിട്ടുള്ളത് വാർഡ്രോബിന്. പിന്നെ അതിനടുത്തായിട്ട് തന്നെ ബാത്റൂമും കൂടെ വന്നിട്ടുണ്ട്. ഗ്രാൻഡ് വൈറ്റ് കോമ്പോയിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ്. സ്റ്റെയറിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് തന്നെയാണ് വാഷിംഗ് ഏരിയ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. വാർഡ്രോബ് വന്നിട്ടുള്ളത് ഈ ഒരു വാളിലായിട്ടാണ്. അതുപോലെ തന്നെ 2 വിൻഡോസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളതും. ഇവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാർബണൈറ്റ് ആണ്. മൊത്തത്തിൽ മാർബണൈറ്റ് തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഡിസൈൻ കാണാം. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് ഈ സ്റ്റെയറിലായിട്ട് വന്നിട്ടുള്ളത് സ്റ്റെപ്പൊക്കെ ഒന്ന് കാണാം. ഈ സ്റ്റെപ്പിൽ വന്നിട്ടുള്ളത് വുഡൻ ടച്ച് വരുന്ന ടൈലാണ്. GI സ്ക്വയർ ട്യൂബിലാണ് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത്. ഇവിടെ നാച്ചുറൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടില്ല. ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ മൊത്തത്തിൽ ഇവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പം മഴ ആയതുകൊണ്ട് അവരത് മടക്കി വെച്ചതാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വീട് നിൽക്കുന്ന സ്ഥലം ഒരു പാടത്തിൻ്റെ ഒരു ഏരിയയാണ്. ആ കാണുന്നത് റോഡാണ്. പക്ഷേ വീടിൻ്റെ ചുറ്റുഭാഗം നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. നമുക്ക് കിച്ചൺ കാണാം. പിന്നെ ഈ സ്റ്റെയർ കയറി വരുന്നിടത്തൊക്കെ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ.
ഈ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ ഈ വാഷിംഗ് ഏരിയൻ്റെ ഈ ഒരു കോർണറിൽ ഈ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീടിൻ്റെ കിച്ചൺ ടൂർ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് കിച്ചൺ ടൂർ പിന്നീട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 850 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് 2 ബെഡ്റൂമുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു വീട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ പ്ലാൻ തരാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ വീടിൻ്റെ പ്ലാനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് കേട്ടോ.